നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റക്കാരനായ ചെന്താമരയുടെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്ന ദിവസം ഇന്നറിയാം. അന്തിമവിധി പുറപ്പെടുവിക്കുന്നതിന് മുൻപുള്ള കോടതി നടപടികൾ ഇന്ന് പൂർത്തിയാകും. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, കഴിഞ്ഞ കുറേ ദിവസമായി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ഇയാൾക്ക് എന്ത് ശിക്ഷയാണ് കോടതി വിധിക്കാൻ പോകുന്നതെന്ന് അറിയാൻ. കാരണം ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇയാളുടെ അതിക്രൂരമായ മനസ്സിന് ഒരു മാറ്റവുമില്ല എന്ന് അയാളുടെ പ്രവർത്തികളിൽ നിന്ന്, കോടതി മുറിയിലെ പ്രവർത്തികളിൽ നിന്നടക്കം നമുക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏത് ദിവസം ശിക്ഷാവിധി പ്രഖ്യാപിക്കും എന്ന് കോടതി അറിയിക്കുമോ? ഗുഡ് മോർണിംഗ് മനു. അതായത് ഈ വിചാരണ കോടതി ആയതുകൊണ്ടാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഇത്രയേറെ കാലതാമസം എടുക്കുന്നത്. മേൽക്കോടതികളാണെങ്കിൽ സത്യത്തിൽ ഇത്ര താമസമൊന്നും എടുക്കില്ല. പക്ഷേ വിചാരണ കോടതിക്ക് കുറച്ച് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ ഈ ക്രിമിനൽ കേസുകളിൽ വിധി പറയാൻ പറ്റുള്ളൂ, അന്തിമ വിധി പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പാലക്കാട് അതിവേഗ കോടതി ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയത്. ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന് ശേഷം ഉള്ള ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ ജില്ലാ മനഃശാസ്ത്ര സൈക്കോളജിസ്റ്റിൻ്റെ റിപ്പോർട്ട് തേടണം. അതുകൂടാതെ തന്നെ ജില്ലാ ലീഗൽ അതോറിറ്റിയുടെ റിപ്പോർട്ടും കൂടെ തേടണം. ഇതിൽ ബാക്കിയുള്ള റിപ്പോർട്ടുകളെല്ലാം കിട്ടി. പക്ഷേ ജില്ലാ ലീഗൽ അതോറിറ്റിയുടെ റിപ്പോർട്ടാണ് ഇനി കിട്ടാനുള്ളത്. അത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇന്ന് രാവിലെയോടുകൂടിയോ കോടതിയിൽ സമർപ്പിക്കും എന്നാണ് ഇന്നലെ പ്രോസിക്യൂഷൻ അതിനോട് അനുബന്ധപ്പെട്ടവരൊക്കെ നമ്മളോട് പറഞ്ഞത്. അതായത് എന്ത് ശിക്ഷയാണ് ഈ ക്രിമിനൽ കേസിൽ ഇരട്ട കൊലപാതകം നടത്തിയത് കൊണ്ട് തന്നെ എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് ഒരു കൗൺസിലിംഗ് പ്രതിക്ക് നൽകണം. അതിനായി മലമ്പുഴ കോടതിയിലെത്തി ഈ ജില്ലാ ലീഗൽ അതോറിറ്റി പ്രതിനിധികൾ ചെന്താമരയുമായി കൂടിക്കാഴ്ച നടത്തി ലഭിക്കാൻ പോകുന്ന ശിക്ഷകൾ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകി, ബോധവൽക്കരണം നൽകി. ഇതിലൂടെ നമ്മുടെ കോടതി ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള പശ്ചാത്താപം പ്രതിക്കുണ്ടാകുമോ എന്നതാണ്. പക്ഷേ നമുക്കറിയാം ചെന്താമര കഴിഞ്ഞ കുറേ ദിവസമായി കോടതിയിൽ പെരുമാറുന്ന രീതിയൊക്കെ അതിനൊന്നും അങ്ങനെയൊന്നും പെരുമാറാൻ സാധ്യത ഏതെങ്കിലും തരത്തിലുള്ള മനസ്താപമോ പശ്ചാത്താപമോ കാണിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ ഇത് നിയമപരമായ നടപടിക്രമങ്ങളാണ്. അപ്പോൾ അങ്ങനെ ജില്ലാ ലീഗൽ അതോറിറ്റിയുടെ മിറ്റിഗേഷൻ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ ലഭിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ വാദിഭാഗത്തിനോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി കോടതി കേൾക്കും. അതിനുശേഷമായിരിക്കും ഇയാൾക്ക് എന്ത് ശിക്ഷ നൽകുന്നതെന്ന് സംബന്ധിച്ചുള്ള വിധിന്യായം പുറപ്പെടുവിക്കുക. അത് ഇന്നുണ്ടാകില്ല, പകരം ഏത് ദിവസമാണ് ഉണ്ടാവുക എന്ന് കോടതി പറയും. ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് നീളാനും സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും ഇയാൾക്ക് വധശിക്ഷ നൽകണം എന്ന് തന്നെയാണ് ആവശ്യം. ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു. അതിൽ ചെന്താമരയുടെ അഭിഭാഷകനൊക്കെ ഇയാളുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള വാദങ്ങളാണ് നടത്തിയത്. അതായത് നമുക്ക് പല സുപ്രീം കോടതി കേസുകളൊക്കെ അറിയാം, നിരീക്ഷണങ്ങളിലെ അറിയാം, വധശിക്ഷ നൽകണമെങ്കിൽ ഒരു ദൃക്സാക്ഷി വേണം. അപ്പോൾ ഈ കേസിൽ ദൃക്സാക്ഷി ഇല്ല എന്നായിരുന്നു ഇന്നലെയും ചെന്താമരയുടെ അഭിഭാഷകൻ്റെ വാദം. അതായത് ചത്തത് കീചനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന തരത്തിലാണ് ഈ കേസിൽ പ്രതിയെ പിടികൂടിയത് എന്ന തരത്തിലൊക്കെയാണ് ചെന്താമരയുടെ അഭിഭാഷകൻ വാദിച്ചത്. കോടതി പക്ഷേ അതിനു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ട്രയൽ പീരീഡിൽ നടന്നാണ്, തള്ളിക്കളഞ്ഞാണ്. എന്നാലും അവസാനഘട്ട ഒരു ശ്രമം കൂടി ഇക്കാര്യത്തിൽ നടത്തുകയാണ്. പ്രോസിക്യൂഷനാകട്ടെ ഇതിൽ പറയുന്നത് ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു, പക്ഷേ ഈ കോടതിയുടെ ട്രയൽ നടപടികൾക്കിടയിൽ അയാൾ ഭയപ്പെട്ട് കൂറുമാറുകയാണ്. അത് കൂറുമാറ്റമായി കോടതി അംഗീകരിക്കുകയൊക്കെ ചെയ്തതാണ്. സാഹചര്യ തെളിവുകൾ അതിശക്തമാണ്, ബാക്കിയുള്ളവരുടെ മൊഴികളൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ വധശിക്ഷ നൽകുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നാണ് പ്രോസിക്യൂഷൻ്റെ ഇപ്പോഴത്തെയും വാദം. പക്ഷേ എന്തായാലും നമ്മൾ കാത്തിരിക്കുന്ന ആ പ്രധാനപ്പെട്ട വിധി അറിയാൻ നമ്മൾ കുറച്ച് ദിവസം കൂടി നീളും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മനു. ശരി, സന്തോഷ് സർലിംഗ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇന്നറിയാം എന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കും എന്നതിലെ തീരുമാനം. ഓക്കെ, താങ്ക് യു സന്തോഷ്. നമുക്ക് പിന്നീട് കാണാം.